ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ താരങ്ങൾ തിളങ്ങിയ ഒരു ദിവസമാണ് ഇന്നലെ കടന്നുപോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട താരം എൻട്രിക്ക് തന്നെയാണ്. നമുക്കറിയാം, ലിയോണിൽ മിന്നുന്ന ഫോമിലാണ് എൻട്രിക്ക് കളിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു കിടിലൻ ഹാട്രിക്ക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2-നെതിരെ 5 ഗോളുകൾക്കാണ് മെറ്റ്സിനെ ലിയോൺ പരാജയപ്പെടുത്തിയത്. 3 ഗോളുകൾ നേടിയത് എൻട്രിക്കാണ്. മത്സരത്തിന്റെ 11ാമത്തെ മിനിറ്റിൽ തന്നെ എൻട്രിക്ക് അക്കൗണ്ട് തുറന്നു. ടോളിസോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾ പിറന്നത്. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ മറ്റൊരു ഗോൾ നേടാൻ എൻട്രിക്കിന് സാധിക്കുകയായിരുന്നു. കിടിലൻ ഫിനിഷിംഗ് ആണ് എൻട്രിക്ക് നടത്തിയിട്ടുള്ളത്. നല്ല വേഗതയുള്ള ഒരു മുന്നേറ്റമായിരുന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ തന്നെ എൻട്രിക്ക് 2 ഗോളുകൾ നേടിയിരുന്നു. ഒളിമ്പിക് ലിയോൺ 4 ഗോളുകൾ നേടിയിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 87ാമത്തെ മിനിറ്റിൽ ലിയോണിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. അത് എൻട്രിക്ക് ഗോളാക്കി മാറ്റി. അങ്ങനെയാണ് എൻട്രിക്ക് ഹാട്രിക്ക് ഈ മത്സരത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതുവരെ ലിയോണിന് വേണ്ടി 3 മത്സരങ്ങൾ കളിച്ച എൻട്രിക്ക് 5 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ഗോൾ നേടിയ എൻട്രിക്ക് രണ്ടാമത്തെ മത്സരത്തിൽ അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു. മാത്രമല്ല 3 മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് ഈ യുവ സൂപ്പർ താരം പുറത്തെടുത്തിട്ടുള്ളത്. മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഫ്രാൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു താരം, അത് സൂപ്പർ താരമായ റാഫീഞ്ഞയാണ്. അതായത് ഇന്നലത്തെ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. റയൽ ഒവിഡോയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. 52ാമത്തെ മിനിറ്റിൽ ഒൽമോയുടെ ഗോൾ പിറന്നു. പിന്നീട് 57ാമത്തെ മിനിറ്റിലാണ് റാഫീഞ്ഞയുടെ ഗോൾ പിറന്നിട്ടുള്ളത്. അതായത് പ്രതിരോധ നിര താരങ്ങളുടെ പിഴവ് മുതലെടുത്തുകൊണ്ടാണ് റാഫീഞ്ഞ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് 73ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരു ഓവർ ഹെഡ് കിക്ക് ഗോൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ ബാഴ്സലോണ വിജയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ബ്രസീലിയൻ താരം, അത് മാത്യൂസ് കുഞ്ഞയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിജയത്തിലേക്ക് നയിച്ച ഗോൾ നേടിയത് മാത്യൂസ് കുഞ്ഞയാണ്. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ ഗണ്ണേഴ്സിനെ പരാജയപ്പെടുത്തിയത്. അടിയും തിരിച്ചടിയും കണ്ട ഒരു മത്സരമായിരുന്നു അത്. അതായത് 29ാമത്തെ മിനിറ്റിൽ ലിസാൻഡ്രോ ഒരു സെൽഫ് ഗോൾ വഴങ്ങി. എന്നാൽ 37ാമത്തെ മിനിറ്റിൽ എംബുമോയിലൂടെ യുണൈറ്റഡ് തിരിച്ചടിച്ചു. പിന്നീട് 50ാമത്തെ മിനിറ്റിൽ ഡോർഗുവിന്റെ ഒരു കിടിലൻ ഗോളോടുകൂടി യുണൈറ്റഡ് ലീഡ് നേടി. പക്ഷേ 84ാമത്തെ മിനിറ്റിൽ കോർണർ കിക്കിലെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ മെറീനോ ആഴ്സണലിന് വേണ്ടി സമനില ഗോൾ നേടുകയായിരുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ മാത്യൂസ് കുഞ്ഞയുടെ വിജയ ഗോൾ പിറന്നു. ബോക്സിന് വെളിയിൽ നിന്നും ഒരു തകർപ്പൻ ഷോട്ടിലൂടെയാണ് ഈ ബ്രസീലിയൻ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയ ഗോൾ നേടിയിട്ടുള്ളത്. ഇതോടുകൂടി മൈക്കൽ കാരിക്കിന്റെ കീഴിൽ മറ്റൊരു വമ്പൻ വിജയം കൂടി സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചു എന്നുള്ളതാണ്. മാത്യൂസ് കുഞ്ഞയാണ് അവിടെ യുണൈറ്റഡിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ബ്രസീലിയൻ താരം, അത് എസ്റ്റവായോ വില്ലനാണ്. ഇന്നലെ ചെൽസിക്ക് വേണ്ടി ഒരു ഗോൾ കണ്ടെത്താൻ എസ്റ്റവായോ വില്ലന് കഴിഞ്ഞിട്ടുണ്ട്. 1-നെതിരെ 3 ഗോളുകൾക്കാണ് ക്രിസ്റ്റൽ പാലസിനെ ചെൽസി പരാജയപ്പെടുത്തിയത്. 34ാമത്തെ മിനിറ്റിൽ എസ്റ്റവായോ വില്ലന്റെ ഗോൾ പിറന്നു. അതിനുശേഷം മറ്റൊരു ബ്രസീലിയൻ താരമായ ജാവോ പെഡ്രോയാണ് 50ാമത്തെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തിയത്. പിന്നീട് 64ാമത്തെ മിനിറ്റിൽ ചെൽസിക്ക് ലഭിച്ച പെനാൽറ്റി എൻസോ ഗോളാക്കി മാറ്റി. അങ്ങനെയാണ് 1-നെതിരെ 3 ഗോളുകൾക്ക് ഈ മത്സരത്തിൽ ചെൽസി വിജയിച്ചിട്ടുള്ളത്. ഏതായാലും ബ്രസീലിയൻ താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയ ഒരു രാത്രിയായിരുന്നു ഇന്നലെ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.